സ്പിറ്റിയിലെ കാസ വില്ലേജും ലാങ്സ വില്ലേജും കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്ന കോമിക്കിനെ പറ്റി പറയാനാണെങ്കിൽ വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ഹയസ്റ്റ് മോട്ടറബിൾ വില്ലേജ്. നമ്മളിപ്പോ ഒരു 15,000 അടിന്റെ മേലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വന്ന കഫേയാണ് വൺ ഓഫ് ദി വേൾഡ് ഹയസ്റ്റ് കഫേ. ഈ മൃഗത്തിന്റെ കൊമ്പൊക്കെ ഒറിജിനൽ ആണ് അതിന്റെ മുതലാളി നമ്മളോട് പറഞ്ഞു. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മരുഭൂമി പോലെ കാണും. ഈ വില്ലേജിന്റെ പോപ്പുലേഷൻ വെറും 114 ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പ്രധാന വരുമാന മാർഗം പറയുന്ന കൃഷി തന്നെയാണ്. പിന്നുള്ളത് ചെമ്മരിയാണ്. ഇനി നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോണ സ്ഥലമാണ് ജാങ്ക്യൂർ മോണസ്ട്രി. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ബുദ്ധ മോണസ്ട്രിയിൽ പെട്ട ഒന്ന്. ഇത് 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതായി ചരിത്രങ്ങൾ പറയും. ഇവിടെ കുറച്ച് ബുദ്ധ സന്യാസിമാർ താമസിക്കുന്നു. എല്ലാവരും ഇവിടെയാണ് ധ്യാനത്തിന് ഒത്തുകൂടൽ. ഇവിടെ ഉള്ളത് പുരാതന ടിബറ്റൻ കലാപാരമ്പര്യം കാണിക്കുന്ന ചിത്രങ്ങളും അലങ്കാരങ്ങളും ആണ്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട അപൂർവ കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും സ്പിറ്റ് ട്രാവൽ ചെയ്യുന്നവർക്ക് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മോണസ്ട്രി തന്നെയായിരുന്നു. ഇവരെ പോലെ എപ്പോഴും ഫോറിനേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരില്ല. 2 സൈക്കിൾ ട്രാവലേഴ്സിനെയും കണ്ടു. ഇതാണ് ഇവിടെ വേറൊരു റെസ്റ്റോറന്റ്. അങ്ങനെ ഈ പ്ലേസിലെല്ലാം നമ്മൾ കവർ ചെയ്യും. അടുത്തത് നമ്മൾ പോകാൻ പോണ വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. നമ്മൾ ഓട്ടണ ഹിമാലയൻ ആയതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് കയപ്പൊക്കെ കാട്ടി. പോകുന്നവർക്ക് ഒരു ഹിച്ച് ഹൈക്കിംഗ് ട്രാവലറിനെയും കണ്ടു. അച്ഛനൊരു മലയാളിയാണ്. അച്ഛനും കൊണ്ട് ട്രിപ്പിൾ അടിച്ച് പോകുമ്പോൾ നേരത്തെ കണ്ട് സൈക്കിൾ ട്രാവലേഴ്സിനെ കണ്ടു. ഇതാണ് ഇവിടെ ചെറിയ ചെറിയ കോളനീസ്. ഇവിടെ മഞ്ഞുകാലത്ത് 7 അടി വരെ മഞ്ഞു കൊണ്ട് ഫുള്ള് മൂടും. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഇവിടെ ഒരുപാട് ട്രാവലേഴ്സ് കത്ത് ചെയ്തത്. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ ബൈ.